ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com പ്രോഗ്രാമിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഇതിൻ്റെ പ്രേക്ഷകരായ ചങ്കുകൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൻ്റെ രസക്കാഴ്ചകൾക്ക് കുറേം കൂടിയും ഉണർവും ഭംഗിയും പകരാനായിട്ട് ഇന്ന് ഈ സ്വർഗത്തിലെത്തിയിരിക്കുന്നത് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് തച്ചുടപ്പറമ്പിലെ കൊച്ചുകൂട്ടുകാരാണ്. നിങ്ങൾക്കും ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം. ഈ സ്വർഗത്തിൽ ഇന്ന് 3-4 സെഗ്മെന്റിലൂടെ നമ്മൾ ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ പോവാണ്. നിങ്ങൾ ഈശോയെ സ്നേഹിക്കാറുണ്ടോ? ഈശോയെ സ്നേഹിക്കാറുണ്ടോ? അപ്പോൾ ഈശോയെ ഇവിടെയും നമ്മൾ സ്നേഹിക്കുകയാണ്. സ്വർഗത്തിൽ മാലാഖമാർക്ക് ഒറ്റ പണിയുള്ളൂ. സ്വർഗത്തിലെ മാലാഖമാരുടെ പണിയാണ് ഈശോയെ സ്നേഹിക്കുക. എന്താണ് പണി? ഉറക്കപ്പറ, എന്താ പണി? മാലാഖമാർക്ക് കഞ്ഞിയും കറിയും വെക്കാൻ പോണോ? പറയൂ. നിങ്ങളെ പോലെ സ്കൂളിൽ പോണോ? ട്യൂഷന് പോണോ? അപ്പോ സ്വർഗത്തിൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. അവിടെ ഒറ്റ പണിയുള്ളൂ മാലാഖമാർക്ക് ഈശോയെ സ്നേഹിക്കുക. ഇവിടെ ഈ സ്വർഗത്തിൽ മാലാകക്കൂട്ടം.com കൂട്ടുകാരെ നമുക്ക് ഒറ്റ റോളുള്ളൂ. ആ റോളാണ്, പറയൂ, ഈശോയെ. ആർ യു റെഡി? അപ്പൊ ഈശോയെ പോലെ നമുക്ക് ഈശോയുടെ കൊച്ചു കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ് ഈ സ്വർഗത്തില്. അതിന്റെ ആദ്യ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറയൂ. ഈശോയ്ക്ക് സ്തുതി പാടുന്നത് എത്ര രസമുള്ള കാര്യമാണ്. നമ്മൾ ലോകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ കുറേ നന്നായി പാടാൻ കഴിവുള്ളവരുണ്ടാകാം, നല്ല കാര്യങ്ങൾ ലോകത്ത് ചെയ്യുന്നവരുണ്ടാകാം, സ്കൂളിൽ ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റി പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ടാകാം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലേ? ഈശോയ്ക്ക് ഡെഡിക്കേഷൻ കൊടുത്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വലിയ പ്രാർത്ഥനയാണ്. സഭയിൽ ഒരു വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് പാടുന്നത് ഇരട്ടി പ്രാർത്ഥനയാണെന്ന്. ഏത് വിശുദ്ധൻ എങ്ങനെ പറഞ്ഞെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സെന്റ് അഗസ്റ്റിൻ. യെസ്, ഗുഡ് ആൻസർ. ആരാ പറഞ്ഞേ? അപ്പോ ഈശോയ്ക്ക് ഡെഡിക്കേഷൻ കൊടുത്ത് നമ്മൾ പറയും. ഇപ്പോൾ ചിലപ്പോഴൊക്കെ മ്യൂസിക്കൽ പ്രോഗ്രാമിലൊക്കെ ഇന്നാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഇന്നാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ ഈശോയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വലിയ ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് പാടിയാലോ? സൂപ്പറായിട്ട് പൊളിച്ചാലോ? ഓക്കെ, ദെൻ ഒരു പാട്ട്, നമുക്ക് ഒരു ഇംഗ്ലീഷ് പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. Come on, 3, 4. Every single cell in my body is happy. Every single cell in my body is good. Padige. Every single body is happy. Every single cell in my body is good. I thank you God, I feel so good. Padige. I thank you God, I feel so good. 'Cause every single cell in my body is fine. Every single cell in my body is fine. na 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 na. Good. Na 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 na. Every single cell in my body is happy. Every single cell in my body is, repeat, every single cell in my body is happy. Every single cell in my body is good. I thank you God, I feel so good. Come on. I thank you God, I feel so good. 'Cause every single cell in my body is fine. 'Cause every single cell in my body is na 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 na. Come on. Na 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 na. ഗുഡ്. അത്ര മതി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വേഗം പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു സ്റ്റെപ്പ് പഠിക്കാൻ പോവാണ്. ലിസൺ, നമ്മളൊരു സ്റ്റെപ്പ് പഠിക്കാം. എവറി സിംഗിൾ സെൽ ഇൻ മൈ ബോഡി ഈസ് ഹാപ്പി. നോക്കിയേ, എവറി സിംഗിൾ സെൽ ഇൻ മൈ ബോഡി ഈസ് ഹാപ്പി. ഇത്ര ചെയ്തേ. എവറി സിംഗിൾ സെൽ ഇൻ മൈ ബോഡി ഈസ് ഹാപ്പി. എവറി സിംഗിൾ സെൽ ഇൻ മൈ ബോഡി ഈസ് ഗുഡ്. ഗുഡ് ചെയ്തേ. ഗുഡ്. ഫീൽ ചെയ്യട്ടെ. ഗുഡ്. ഐ താങ്ക് യു ഗോഡ്, ഫീൽ സോ ഗുഡ്. 'Cause every single cell in my body is fine. 'Cause every single cell in my fine. ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട്. ഓക്കെ, നന്നാന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഗിറ്റാർ എടുക്കണം. ഗിറ്റാർ പിടിച്ചിങ്ങനെ ഗിറ്റാർ എടുക്കാറില്ലേ നിങ്ങൾ? ഗിറ്റാറൊക്കെ കണ്ടിട്ടില്ലേ?
ചിലർ ആക്ഷൻ പിടിച്ചേക്കുന്നത് പിക്കാസും മമ്മട്ടിക്ക് എടുത്ത പോലെയാണല്ലോ. ഇങ്ങനെ പിടിച്ചേ. ആ റെഡി. ചെയ്തേ. ആ ഗുഡ്. ചെയ്തേ. ഇങ്ങനെ റോക്ക് സൈഡ്. ഓൾ സെറ്റ്. ഇന്ന് പഠിക്കാൻ പോവാണ്, പൊളിക്കാൻ പോവാണ്, മാലാഖമാരെ പോലെ രസിക്കാൻ പോവാണ്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു പാട്ട് പാടുന്ന ഇരട്ടി പ്രാർത്ഥനയാണെങ്കിൽ ലോകം മുഴുവനുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. കുഞ്ഞുങ്ങൾ നന്മയിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ. ഒരു പാട്ട് ഇരട്ടി പ്രാർത്ഥനയാണെങ്കിൽ ഒരു നിയോഗം കൂടി ആകുമ്പോൾ വലിയ പ്രാർത്ഥനയായില്ലേ? നിയോഗം വയ്ക്കുമ്പോൾ നല്ല പ്രാർത്ഥന. അപ്പോൾ എല്ലാ കൊച്ചു കൂട്ടുകാരെയും, ഈ സ്കൂളിൽ പഠിക്കുന്നവരെയും സ്കൂളിൽ പോകുന്നവരെയും ഒക്കെ സംരക്ഷിക്കണമെന്ന് നമ്മളെപ്പോലെ തന്നെ നമുക്ക് അവരെ സമർപ്പിക്കാം. ഈ പാട്ടുള്ള ചെയ്യാം. റെഡി? ആർ യു റെഡി? അപ്പോൾ സിയോൻ ചേട്ടായി നല്ലൊരു റോക്ക് ഇതൊക്കെ നമുക്ക് ഇട്ട് തരണം. ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞേ. റെഡിയാന്ന് പറഞ്ഞേ. യെസ് പറയും. ഓക്കെ, കം ഓൺ, ക്ലാപ്പ്. എല്ലാവരും നല്ല എനർജിയിൽ ചെയ്തേ. കൈയടിച്ചേ, കൈയടിച്ചേ, നന്നായിട്ട് എനർജിയിൽ. Come on. Na 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 na. Na 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 na. Come on. Na 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 na. Na 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 na. Na 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 na. എല്ലാവരും ചെയ്തേ. Come on. Na 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 na. Na 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 na. Na 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 na. Every single cell in my body is happy. Every single cell in my body is good. Say that. Every single cell in my body is happy. Every single cell in my body is good. I thank you God, I feel so good. Cause every single cell in my body is good. I thank you God, I feel so good. Cause every single cell in my body is fine. Na 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 na. Na 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 na. Na 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 na. Na 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 na. Come on, everybody. Na na. Come on. Na na na. Sweeter, come on. Na 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 na. Na 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 na. Na 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 na. Na 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 na. Once again, na 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 na. Na 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 na. Na 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 na. Na 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 na. അപ്പോൾ ഈശോയ്ക്ക് സ്തുതി പാടി നല്ല മാലാഖമാരൊക്കെ കളിച്ചു. ഇരിക്കും. ഈ സ്വർഗത്തിലേക്ക് നമ്മൾ വേഗം അടുത്ത രസക്കാഴ്ചയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ് മക്കളെ? വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിക്കാൻ സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ വചനം ഭക്ഷിക്കാൻ റെഡിയാകുകയാണ്. വചനം ഭക്ഷിക്കാൻ റെഡിയാവുന്നതോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ്, കർഷകരൊക്കെ നല്ല നിലമാക്കിയിട്ടാണ് വിത്ത് വിതയ്ക്കുക അല്ലേ? പാട്ടുപാടി നമ്മൾ നല്ല നിലമാക്കി നമ്മുടെ ഹൃദയമൊക്കെ വചനം കേൾക്കാനും ഉള്ള ഒരുക്കം തന്നു. ഇനി ഈശോയുടെ വചനം നമ്മൾ ശ്രവിക്കാൻ പോവാണ്. ആർ യു റെഡി? ചലഞ്ച് ചെയ്ത് ആർ യു റെഡി? പിന്നെ നമുക്ക് ജോബി ജോണലങ്ങളാണ് വചനം പറയാനായിട്ട് വരുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാലങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യുവജനങ്ങളുടെ ഇടയിൽ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് കുറേ കമ്പനികളുടെ കൺസൾട്ടൻസ് ആയിട്ട്, അതിൻ്റെ മോട്ടിവേറ്ററായിട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ശുശ്രൂഷയിലുള്ള ഒരു അങ്കിളാണ്. അപ്പോൾ നമുക്ക് അങ്കിളിനെ സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മൾ അങ്കിളിനെ സ്വാഗതം ചെയ്യുന്ന ഒരു ലവ് ബോംബ് ക്ലാപ്പാണ്. എന്ത് ക്ലാപ്പാണ്? ചേട്ടാ പഠിപ്പിക്കാൻ പോകണം. നോക്കിയേ, ഇങ്ങോട്ട് നോക്കി എല്ലാവരും. എന്താണ്? ഒന്ന് വിളിച്ചേ നോക്കട്ടെ. ആ, പൊട്ടണില്ലല്ലോ. ശരിക്കും പൊട്ടട്ടെ. ലവ് ബോംബ്. റെഡി? 1 2 3 ഗോ. അപ്പോൾ ഞാൻ പറയട്ടെ, അങ്കിളിനെ വെൽക്കം ചെയ്യാം. അപ്പോൾ രണ്ടാം സെഗ്മെന്റിൽ നമ്മൾ വചനം കേൾക്കാൻ പോവാണ്. ലവ് ബോംബ് ക്ലാപ്പ് ഗോ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും ഇപ്പോഴും എപ്പോഴും ഈ സ്വർഗത്തിലെ മാലാകുട്ടികൾക്ക് സുഖമാണോ? സന്തോഷമാണോ?
എന്നാ ഒന്ന് ചിരിച്ചേ. ആ നല്ല മാതാപിതാക്കളുടെ നിഷ്കളങ്കമായ ചിരിയാ നിങ്ങളുടെ എല്ലാവരുടെ കേട്ടോ. അപ്പൊ അങ്കിൾ ഇന്നൊരു കഥ ചൊല്ലട്ടുമാ. കഥ പറയുന്നതിന് മുൻപ് അങ്കിൾ ഒരു വചനം പറയാം. ഓക്കെ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34:5 പറഞ്ഞേ. ആ, ഇതാണ് വചനം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. പറഞ്ഞേ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ആ, അവിടുത്തെ നോക്കിയവർ, ദൈവത്തെ നോക്കിയവർ പ്രകാശിതരാവും. ഓക്കെ? അപ്പൊ പറയട്ടെ, കഥ പറയട്ടെ. മാസിഡോണിയ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. മാസിഡോണിയയിലെ രാജാവായിരുന്നു ഫിലിപ്പ് രാജാവ്. ഒരു ദിവസം ഈ ഫിലിപ്പ് രാജാവിന് നല്ല ഒരു തേജസ്സുറ്റ നല്ലൊരു കുതിരയെ കിട്ടി. എന്തിനെ കിട്ടി? ആ, ഈ കുതിര ഒരു പ്രശ്നം ഉണ്ടാക്കി. ഈ കുതിരനെ മെരിക്കാനായിട്ട് ആ രാജ്യത്തുള്ള ഒരാൾക്കും സാധിച്ചില്ല. കാരണം ഈ കുതിരയുടെ പുറത്ത് ആര് കയറിയിരുന്നു കഴിഞ്ഞാലും ആ കുതിര ഇങ്ങനെ കുടഞ്ഞ അയാളെ പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി കളയും, ഇങ്ങനെ തെറിപ്പിച്ച് കളയും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള പേടി വന്നു ഈ കുതിരയെ കണ്ടപ്പോൾ. ഓക്കെ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ നാട്ടിലെ ഫിലിപ്പ് രാജാവിൻ്റെ മകനായിട്ടുള്ള അലക്സാണ്ടർ വന്നു. ആര് വന്നു? അലക്സാണ്ടർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കുതിരയെ മെരുക്കാം, ഞാൻ ഈ കുതിരയെ മെരുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അലക്സാണ്ടർ ചെയ്തെന്നറിയോ? അലക്സാണ്ടർ വന്നിട്ട് കുതിര ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി, എന്നിട്ട് മുകളിലേക്ക് നോക്കി. അപ്പോൾ സൂര്യൻ കുതിര, സൂര്യൻ കുതിര. എന്ത് ചെയ്യുന്നറിയോ അലക്സാണ്ടർ? ഈ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് കുതിരേനെ സൂര്യനെ പതുക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പതുക്കെ നിർത്തി. കുതിര ശാന്തമായിട്ട് അവിടെ നിന്നു. അലക്സാണ്ടർ നേരെ എടുത്ത് കുതിരയുടെ പുറത്ത് കയറി വളരെ സിമ്പിളായിട്ട് ഓടിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ നിങ്ങൾക്ക്? ഈ കുതിര സൂര്യന് ഓപ്പോസിറ്റ് നിന്നപ്പോൾ എന്താ സംഭവിച്ചു? കുതിരയുടെ നടുല് കണ്ടാണ് ഈ കുതിര പേടിച്ചുകൊണ്ടിരുന്നത്. അലക്സാണ്ടർ എന്ത് ചെയ്തു? ഈ കുതിരേനെ നേരെ സൂര്യന് ഫേസ് ചെയ്ത് നിർത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? നഴല് പോയി. അപ്പോൾ ഈ പ്രകാശത്തെ കട്ട് ചെയ്യുമ്പോൾ നഴല് വരും അല്ലേ? ആ നഴല് കണ്ട് പേടിച്ചാണ് ഈ കുതിര ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എല്ലാ പ്രശ്നവും കുതിര ഉണ്ടാക്കിയത് ഇത് കണ്ടിട്ടാണ്. മക്കളെ, ദൈവത്തിൽ നിന്നും നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കൊരുപാട് പേടി വരും, നമുക്കൊരുപാട് ഉത്കണ്ഠ വരും, നമുക്കൊരുപാട് നിരാശ വരും. അപ്പോൾ നമ്മൾ ആകെ പേടിച്ച് തളർന്ന് നമ്മൾ ആകെ ജീവിതത്തിൽ തോറ്റുപോകും. എല്ലാവരും ജനിക്കുന്ന പോലെ ജനിച്ച്, എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിച്ച്, എല്ലാവരും മരിക്കുന്ന പോലെ മരിക്കാനല്ല നമ്മൾ ജനിച്ചത്. നമ്മൾ ഒന്നിനെയും പേടിക്കരുത്. പേടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ദൈവത്തെ നോക്കി നമ്മൾ പ്രകാശിക്കണം. അതുകൊണ്ട് അങ്കിള് വചനം ഇങ്ങനെ പറഞ്ഞത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34:5 ഏതാണ് വചനം? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ദൈവത്തെ നോക്കി പ്രകാശിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു നയലും ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവില്ല, ഒരു സങ്കടം ഉണ്ടാവില്ല, ഒരു നിരാശ ഉണ്ടാവില്ല. വചനം മനസ്സിലായല്ലോ? എല്ലാവരും ചാടി എഴുന്നേറ്റൻ എന്നിട്ട് പറഞ്ഞേൻ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അപ്പൊ അങ്കിള് പോട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും എപ്പോഴും നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂട്ടുകാരെ, വചനം ഭക്ഷിച്ചോ? ഇരിക്കി ചോദിക്കട്ടെ. വചനം ഭക്ഷിച്ചിട്ട് ഏത് വചനാണ് ഇന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നത്? സങ്കീർത്തനം 34:5. അവിടെ വചനം ഏതാ പറഞ്ഞത്? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അല്ലേ? ഒരു കഥയൊക്കെ പറഞ്ഞു. ഏത് കഥയാ പറഞ്ഞേ? ഒരു കഴുകന്റെ കഥയാണോ? കഴുതയുടെ കഥയാണോ? പിന്നെ ഏത് കഥയാ പറഞ്ഞേ? കുതിരയുടെ കഥയാണ് അല്ലേ? കുതിര സൂര്യന് ഓപ്പോസിറ്റായിട്ട് ഉണർന്ന് നിർത്തി അല്ലേ? അപ്പോൾ നിഴല് അത്രയും നേരം ഭയപ്പെട്ട കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതിലൊരു മെസ്സേജ്, ഗുഡ് മെസ്സേജ് ജോബി ഞാനുള്ള അങ്കിൾ പറഞ്ഞു. ആ ഗുഡ് മെസ്സേജ് ഇതാണ്: ദൈവത്തിന് ഓപ്പോസിറ്റായിട്ട് പുറംതിരിഞ്ഞ്, ദൈവത്തിന് ഫേസ് ചെയ്ത് നിൽക്കുകയല്ല, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും? നിരാശ വരും, ഡൾനെസ് വരും, ഭയം വരും അല്ലേ? പരീക്ഷ, സ്കൂള് ഒക്കെ അങ്ങനെ ജീവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു പ്രശ്നമായിരിക്കും.
കുതിരയെ പോലെ. പക്ഷെ ദൈവത്തെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അല്ലേ, നമുക്ക് ആനന്ദം ഉണ്ടാകും, ഹാപ്പിനെസ് ഉണ്ടാകും, സക്സസ് ഉണ്ടാകും. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, ആർ യു റെഡി? ഉഷാറല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുകയാണ്. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. ഏതാണ്? വിശുദ്ധരെ പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഒരുങ്ങി വന്നവർ, അവർ വേഗം മുന്നോട്ട് വരണം. വിശുദ്ധരെ നിങ്ങളാണ്. വേഗം വരും. ഒരു കൈയ്യടി കൊടുത്തവർക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വിശുദ്ധരെ കേൾക്കാൻ പോവാണ്. മോളുടെ പേര് പറഞ്ഞേ. മിഖേല. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ കുറിച്ചാണ് ഇന്ന് മിഖേല പറയാൻ പോകുന്നത്. നമുക്ക് കേൾക്കാം. ആരാണ് ഒരു വിശുദ്ധൻ? ഭൂമിയിലെ ജീവിതം കൊണ്ട് ദൈവത്തിന് എങ്ങനെ സാക്ഷ്യം വഹിക്കാമെന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നവരാണ് വിശുദ്ധർ. അതുപോലെ മനോഹരമായ ഒരു ജീവിത പാതയിലൂടെ സ്വർഗം കരസ്ഥമാക്കിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. വിശുദ്ധന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. സ്പെയിനിൽ പിറന്നീസ് പർവ്വതത്തിന്റെ പാർശ്വത്തിൽ ലയോള എന്ന മാളികയിൽ കുലീന മാതാപിതാക്കന്മാരിൽ നിന്നും ഇനീഗോ അഥവാ ഇഗ്നേഷ്യസ് ജനിച്ചു. ചെറുപ്രായത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് ഫെർഡിനൻഡ് 5ാമൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ലഭിച്ചത്. പാംഫലോണിയ യുദ്ധത്തിൽ വെടിയുണ്ട തറച്ച് 7 കാലുകൾക്കും മുറിവേറ്റു. അതിനെ തുടർന്ന് ദീർഘനാൾ ആശുപത്രിയിൽ കിടക്കാനിടയായി. തത്സമയം അദ്ദേഹം ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും ജീവചരിത്രം ധ്യാനപൂർവ്വം വായിച്ചു. ഇഗ്നേഷ്യസ് തന്നോട് തന്നെ ചോദിച്ചു, അവന് ഒരു പുണ്യവാനും അവൾക്ക് ഒരു പുണ്യവതിയുമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ? 1556 ജൂലൈ 31 വിശുദ്ധൻ ദിവംഗതനായി. 1922 ആധ്യാത്മിക അഭ്യാസങ്ങളുടെയും ധ്യാനങ്ങളുടെയും മധ്യസ്ഥനായി പിയൂസ് 9ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. എന്നീ പ്രാർത്ഥനകൾ വിശുദ്ധന്റെ ആധ്യാത്മിക തീക്ഷ്ണതയ്ക്ക് തെളിവാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് എന്നീ പുണ്യവാന്റെ പുണ്യപാത പിന്തുടർന്ന് ജീവിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. വെരി ഗുഡ്. മിഖേല നന്നായിട്ട് പറഞ്ഞു. ഇനി മോളുടെ പേരെന്താ? ആഗ്നൽ ഈ വിശുദ്ധന്റെ ജീവിതത്തെ ആസ്പദമാക്കി വചനം പറയാൻ പോണ. എത്രാം ക്ലാസ് പഠിക്കുന്ന ആഗ്നൽ? 7th. ഓക്കെ, റെഡി, കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. വിശുദ്ധന്റെ ജീവിത തീഷ്ണതയെ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊരു വചനം പറയാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ലോകമോഹങ്ങളും സ്ഥാനങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് വിശുദ്ധിക്കായി പരിശ്രമിച്ചതുപോലെ നമുക്കും വിശുദ്ധിയെ വളരുവാൻ പരിശ്രമിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല സൂപ്പറായിട്ട് രണ്ടുപേരും പ്രസന്റ് ചെയ്തു. രണ്ടുപേർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. പോരുന്നു കേട്ടോ. ഈശോയുടെ മാലാഖമാരെ, ഉഷാറല്ലേ? ഒന്നുകൂടെ ഉഷാറായാലോ? നമുക്ക് ഈ പ്രോഗ്രാമിന്റെ തീം സോങ് ഒന്ന് കളിച്ചാലോ? ഒന്ന് ചാടി എഴുന്നേറ്റേ ഈശോയുടെ ഒത്ത് കളിക്കാലോ? ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ കളിച്ചിട്ട് നമുക്ക് ഇരിക്കാം അല്ലേ? വീണ്ടും അടുത്ത രസക്കാഴ്ചയിലേക്ക് പോകാം. ആർ യു റെഡി? പോരാ. ആർ യു റെഡി? ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി. ഒന്ന് ചെയ്ത് നോക്കിയേ. ഈശോയോടൊത്ത് കളിക്കാലോ. ഗുഡ്. ഈശോയോടൊത്ത് നന്മകൾ ചെയ്ത് മാലാഖമാരായി. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്. നമുക്ക് കൈയൊക്കെ അടിച്ച് നല്ല ഉഷാറായിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, ഞങ്ങൾക്ക് നല്ലൊരു റിതട്ട് തന്നെ അടിപൊളിയായിട്ട് കൈയൊക്കെ അടിച്ചു. റെഡി?
ആടിപ്പാടി അനങ്ങി കാലൊക്കെ നീക്കി ഒന്ന് ഭംഗിയായിട്ട് ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന മാലാഖമാര ഈശോയോടൊത്ത് കളിക്കാം, ഈശോയോടൊത്ത് ഗുഡ് ഈശോ ഈശോയോടൊത്ത് നന്മകൾ ചെയ്ത് മാലാഖമാരായി വളരാലോ. ഗുഡ്. നിങ്ങള് നല്ല ഉഷാറാണ്. ഈ സ്വർഗത്തിലെ 4ാമത്തെ രസക്കാഴ്ചയാണ് താലന്ത് വർദ്ധിപ്പിക്കാം. 4th സെഗ്മെന്റ് ആണ്. എന്താണത്? താലന്ത് വർദ്ധിപ്പിക്കാം. താലന്ത് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കണം, നമുക്കുള്ള കഴിവ് ഈശോയ്ക്ക് കൊടുക്കണം, നമ്മൾക്കുള്ള നന്മകൾ ഈശോയ്ക്ക് കൊടുക്കണം. അപ്പൊ ഈശോയ്ക്ക് താലന്ത് കൊടുക്കാനായിട്ട് ആരാണ് ഇന്ന് തയ്യാറായിട്ട് വന്നിരിക്കുന്നത്? റെഡി ആയിട്ട് വന്നത് ആരൊക്കെയാണ്? വെരി ഗുഡ്, നിങ്ങളാണ്. ഓക്കെ, വാ മുന്നോട്ട് വാ. ഒരു ക്ലാപ്പ് കൊടുത്തവർക്ക്. ഓക്കെ, ഗുഡ്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഇവരൊരു ഡാൻസ് പെർഫോമൻസ് ആണ് ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മകളുടെ പേര് പറഞ്ഞേ. ഗോഡ്വിൻ ബിജു. എത്ര ക്ലാസ്സില്? 9. അടുത്ത ആള് ബെനഡിക്റ്റ് തോമസ്. എത്ര ക്ലാസ് പഠിക്കുന്നത്? 6th. നെക്സ്റ്റ് വൺ ആൽബിൻ ബൈജു 8ല്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈശോയ്ക്ക് വേണ്ടി ഇവരൊരു ഡാൻസ് ആണ് പെർഫോം ചെയ്യുന്നത്, നമുക്ക് കാണാം. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ 4 സെഗ്മെന്റുകളും കവർ ചെയ്ത് നമ്മൾ ബൈൻഡ് അപ്പ് സെക്ഷനിൽ വരികയാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. ഒന്ന് നേരെ ഇരുന്ന് എല്ലാവരും ഭംഗിയായിട്ടിരുന്നേ. കൈകളൊന്ന് ഹൃദയഭാഗത്ത് കൂപ്പിപ്പിടിച്ച് കണ്ണുകളൊക്കെ നടച്ച് ഏറ്റവും ഭംഗിയായിട്ടിരുന്നേ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോളയെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരി നമ്മളോട് പറഞ്ഞൊരു വാക്ക്, വിശുദ്ധൻ്റെ ജീവിതത്തിലുണ്ടായൊരു തീരുമാനം. അതെങ്ങനെയാണ്? അവനും അവൾക്കുമൊക്കെ വിശുദ്ധരാകാമെങ്കിൽ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ? അപകടം പറ്റി ചികിത്സയിലായിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധരുടെ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു ഇൻസ്പിറേഷനാണ്. ആ ഒരു തോന്നലാണ് വിശുദ്ധനാക്കി മാറ്റിയത്. ലോകത്തെയും ലോകമോഹങ്ങളെയും അതുവരെ സ്നേഹിച്ചു കൊണ്ടിരുന്ന ലയോള അന്നു മുതൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നവനായി വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് പരിശ്രമിച്ചു. അപ്പം നമുക്കും വിശുദ്ധരാകാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇന്ന് ഈ വിശുദ്ധൻ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിന്ന് പറയുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുള്ള എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ വിശുദ്ധിയിൽ വളർത്തണമേ. ഈ ദിവസം എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു.
നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. കണ്ണു തുറക്കാം. ഇവിടെ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സസ്പെൻസ് ആണ് ഇനി പൊളിക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ആരാണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് മാറാൻ പോകുന്നത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇത് വന്ന് ഒരാൾ വന്ന് ഇതിന്നൊരു ലക്കി ഡ്രോ ചെയ്യാൻ പോവാണ്. ഇന്നാരാ വരുന്നത്? വാ, അവൻ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കണം. വരൂ, ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ആരാ? മിഖേല ഷാജി. മിഖേലയ്ക്ക് ഇന്ന് മിഖേലയാണ് വിശുദ്ധരെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, പോയിരുന്നു, എൻ്റെ പോയിരുന്നു മിഖേല. മിഖേലയ്ക്ക് നല്ലൊരു കൈഡി കൊടുത്തേൻ. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. ഓക്കെ, ഏഞ്ചൽ തന്നെ പോയിട്ട് ആ ചോക്ലേറ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കിട്ടി. ഇനി നമുക്കൊന്ന് ബൈ ബൈ പറയണ്ടേ? ആർക്കാ ബൈ പറയേണ്ടത്? ആർക്കാ ബൈ പറയണ്ടേ? നമ്മളെ കണ്ടുകൊണ്ടിരുന്ന ചങ്ക് കൂട്ടുകാർക്കുണ്ട്. നമ്മളെ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കൂട്ടുകാരുണ്ട്. നിങ്ങളുടെ പ്രായത്തിൽ കുറേ പേര് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ടി വിയിൽ. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്താലോ? ആർ യു റെഡി? മാലാകക്കൂട്ടം.com-ന്റെ ചങ്ക് പ്രേക്ഷകരായ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളെല്ലാവരും ബിഗ് ക്ലാപ്പിൽ അറിയിക്കുകയാണ്. ക്ലാപ്പ് ചെയ്ത് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെയും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഈ സ്വർഗത്തിലെ കാഴ്ചകൾ, രസങ്ങൾ നിങ്ങളും അനുഭവിക്കണം. നിങ്ങൾ ഞങ്ങളോട് കൂടെ സഞ്ചരിക്കണം. ഫുൾ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ആ കൂട്ടുകാരെ നോക്കിയിട്ട് ഒരു ടാറ്റ ബൈ പറഞ്ഞേ. ടാറ്റ ബൈ ബൈ, ടാറ്റ ബൈ ബൈ.